بسم الله الرحمن الرحيم പരിപ്രാപ്തയും ബുദ്ധിമതിയും ധർമ്മിഷ്ഠയും സർവോപരി സുശീലയുമായ ഈ ഖുറൈശി വനിത മക്കയിലെ ഏറ്റവും വലിയ പണക്കാരിയും കച്ചവടക്കാരിയുമായിരുന്നു. ത്വാഹിറ, പരിശുദ്ധവതി എന്നാണ് നാട്ടുകാർ അവരെ വിശേഷിപ്പിച്ചിരുന്നത്. അവരുടെ കച്ചവട സംഘം മറ്റു ഖുറൈശികളുടെ മൊത്തം കച്ചവട സംഘങ്ങളോളം ഉണ്ടായിരുന്നുവെന്നാണ് ചരിത്രം. കച്ചവടത്തിന് പുരുഷന്മാരെ അവർ കൂലിക്ക് നിശ്ചയിക്കുകയും കുറച്ചു കച്ചവടം നടത്താൻ പണം നൽകുകയും ചെയ്യാറുണ്ടായിരുന്നു. പിതാവ് ഹുവൈലിദ് മരിച്ച ശേഷം ഖദീജയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത് പിതൃവ്യനായിരുന്നു. അബൂഹാല ഹിന്ദുബിന് സുറാറയാണ് അവരെ ആദ്യം വിവാഹം ചെയ്തത്. ആ ബന്ധത്തിൽ ഹിന്ദ്, ഹാല എന്നീ 2 ആൺകുട്ടികൾ ജനിച്ചു. അബൂഹാല മരിച്ചപ്പോൾ അത്തീഖ് ബിനു ആബിദിൽ മഖ്സൂമി വിവാഹം കഴിച്ചുവെങ്കിലും ആ ബന്ധവും അധികകാലം നിലനിന്നില്ല. അതിൽ ഹിന്ദ് എന്ന ഒരു പെൺകുട്ടി പിറന്നു. അനാഥനായി വളർന്ന മുഹമ്മദ് പിതൃവ്യൻ അബൂത്വാലിബിന്റെ സംരക്ഷണത്തിൽ ഞെരുങ്ങി ജീവിക്കുന്ന കാലം. ധാരാളം മക്കളും കുടുംബ ബാധ്യതയുമുള്ള അബൂത്വാലിബ് ദരിദ്രനാണ്. എങ്കിലും തിരുമേനിയെ അയാൾ സ്വന്തം മകനെ പോലെ സ്നേഹിച്ചു വളർത്തി. മക്കയിലെ മറ്റു ചെറുപ്പക്കാരിൽ നിന്നും വ്യത്യസ്തമായി നല്ല സ്വഭാവ ഗുണങ്ങളുള്ള തിരുമേനിയെ കുറിച്ച് ഖദീജ കേട്ടിട്ടുണ്ട്. ചെറുപ്പേനെ അനാവശ്യ കാര്യങ്ങളിലോ ദുർവൃത്തികളിലോ ഏർപ്പെടാതെ ജീവിക്കുകയും വിശ്വസ്തതയും സത്യസന്ധനുമെന്ന പരക്കെ അറിയപ്പെടുകയും ചെയ്ത അദ്ദേഹത്തെ പരിചയമില്ലാത്തവർ മക്കയിൽ ആരുമുണ്ടായിരുന്നില്ല. ആ സമയത്താണ് വിശ്വസ്തരും പ്രാപ്തരുമായ വ്യക്തികളെ കച്ചവടത്തിന് നിയോഗിക്കാറുള്ള ഖദീജയുടെ ക്ഷണം തിരുമേനിക്ക് ലഭിച്ചത്. തന്റെ കച്ചവട സംഘത്തിന്റെ ചുമതല വഹിച്ച് ഷാമിൽ പോകാൻ നല്ല പ്രതിഫലം വാഗ്ദാനവും ചെയ്തിരുന്നു. അന്നേരം കുറച്ചു ദിവസം മുമ്പ് പിതൃവ്യൻ പറഞ്ഞ വാക്കുകൾ തിരുമേനി ഓർത്തു. മകനെ, ഞാൻ ദരിദ്രനാണ്. പ്രയാസമേറിയ കാലമാണ് നമുക്ക്. കടുത്ത ക്ഷാമം നമ്മെ നെടുക്കുന്നു. നമുക്കാണെങ്കിൽ സ്വത്തോ വ്യാപാരമോ ഇല്ലതാനും. നിന്റെ കുടുംബക്കാരുടെ കച്ചവട സംഘങ്ങൾ ഷാമിലേക്ക് പുറപ്പെടാൻ നിൽക്കുകയാണ്. തന്റെ പണം കൊണ്ട് കച്ചവടം ചെയ്യാൻ ഖദീജ ചിലരെ അന്വേഷിക്കുന്നുമുണ്ട്. 2 കൂട്ടർക്കും അതുകൊണ്ട് മെച്ചങ്ങളുണ്ടാവും. നിന്റെ സത്യസന്ധതയെയും സൽസ്വഭാവത്തെയും കുറിച്ച് അവർക്ക് നന്നായി അറിയാം. നീ സമീപിച്ചാൽ അവർ നിനക്ക് മുൻഗണന തരാതിരിക്കില്ല. നീ ഷാമിൽ പോകുന്ന കാര്യത്തിൽ എനിക്ക് മനപ്രയാസമുണ്ട്. ജൂതന്മാർ നിന്നെ അപായപ്പെടുത്തുമെന്നാണ് എൻ്റെ ആശങ്ക. പക്ഷെ എന്തു ചെയ്യാം? പ്രായമാവാത്ത 2 ഒട്ടകങ്ങളാണ് അവർ ഒരുത്തിന് കൂലി കൊടുത്തതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ അവളോട് സംസാരിച്ചാലോ? അങ്ങനെയാവട്ടെ എന്ന് തിരുമേനി സമ്മതിച്ചു. ഇതനുസരിച്ച് അബൂത്വാലിബ് സഹോദരപുത്രന്റെ ജോലിക്കാരെയും സംസാരിക്കുകയും അതനുസരിച്ച് ജോലി ലഭിക്കുകയും ചെയ്തു. യാത്രയിൽ തിരുമേനിയെ സഹായിക്കാൻ മൈസറ എന്ന തന്റെ വേലക്കാരനെ ഖദീജ അയച്ചു. ഒരാളുടെ സ്വഭാവത്തെയും ജീവിതത്തെയും അടുത്തറിയാൻ ഇതുപോലുള്ള നീണ്ട യാത്ര ഉപകരിക്കുമെന്നതിനാൽ വേലക്കാരനെ അയച്ചതിൽ ഇങ്ങനെ ഒരു ഉദ്ദേശം കൂടി ബുദ്ധിമതിയായ ഖദീജ ബീവിക്കുണ്ടായിരുന്നിരിക്കണം. തിരുമേനി അപ്രതീക്ഷിതമായ ലാഭത്തോടെ തിരിച്ചു വന്നു. കണക്കുകൾ ഏൽപ്പിച്ച് അദ്ദേഹം സ്ഥലം വിട്ടപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹു യാത്രാനുഭവങ്ങൾ മൈസറയോട് വിശദമായി ചോദിച്ചറിഞ്ഞു. ചില അത്ഭുത കാഴ്ചകളും സ്വഭാവ മഹിമകളും ക്രയവിക്രയത്തിൽ കാണിച്ച മര്യാദകളും മൈസറ വിവരിച്ചു. ചരക്കു വിറ്റഴിക്കാൻ അദ്ദേഹം കളവ് പറയുകയോ കള്ളസത്യം ചെയ്യുകയോ ചെയ്തില്ലെന്നും സത്യവും നീതിയും നോക്കാതെ ചരക്കുകൾ അടിച്ചേൽപ്പിച്ചിരുന്നില്ലെന്നും കേട്ടപ്പോൾ അവരുടെ മുഖത്ത് സന്തോഷം കളിയാടി. ഇനി അടുത്ത എപ്പിസോഡിൽ ഇൻഷാ അല്ലാഹ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള വിവാഹകാര്യം വരുന്നതായിരിക്കും.